സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ. ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും കേട്ടോ. നീ വേണമെങ്കിൽ നീ ചവിട്ടി മേളിൽ കയറിയിരുന്നോ? അതെ, അങ്ങനെ ഒരു വണ്ടിയിൽ വേറൊരു വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല. അന്നൊക്കെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇല്ല, ഈ ലെവലെ ഫ്രിഡ്ജ് ഉള്ളിലേക്ക് കയറ്റിട്ട് ഇതിന്ന് ഒരു കയറിട്ടിട്ട് കെട്ടും. അംബാസഡറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്ക് സീറ്റ് ആണല്ലേ. പണ്ട് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനം വെറുതെ അല്ല അല്ലേ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. നമ്മുടെ ചാനലിൽ ഒരുപാട് വണ്ടികളുടെ യൂസർ റിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വണ്ടിയുടെ റിവ്യൂവിന് വേണ്ടി നമ്മൾ ഒരുപാട് കാത്തിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡറാണ്. 1957 മുതൽ ഏകദേശം 2000 കാലഘട്ടം വരെ 2014 വരെ ഇന്ത്യൻ റോഡുകളിൽ നിറസാന്നിധ്യമായിരുന്ന, ആളുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതിരുന്ന ഒരു വാഹനം തന്നെയാണ് അംബാസഡർ എന്ന് പറയുന്നത്. ഇത്രത്തോളം ഷേപ്പും ഇത്രത്തോളം സ്പേസും ഇത്രത്തോളം ലഗേജൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊരു 2007 മോഡൽ അംബാസഡറാണ്. ഇതിപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ വാഹന വിശേഷം, ആളുടെ അംബാസഡർ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം. ഇതാണ് അംബാസഡർ മുതലാളി ഖാദർ ഖാൻ. അതെ, ഖാദർ ഖാൻ നമ്മുടെ ചാനലിന് മുമ്പ് വന്നിട്ടുണ്ട്. നിസാൻ മാഗ്നൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ യൂസർ റിവ്യൂവിന് വന്നപ്പോൾ ഈ അംബാസഡറിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചായിരുന്നല്ലേ. അന്നത് റീസ്റ്റോറേഷൻ പ്രോസസ്സിലായിരുന്നു. പ്രോസസ്സിലായിരുന്നു, അതായത് മോഡിഫിക്കേഷൻ ഒന്നും അല്ല, വണ്ടി ഷോ കണ്ടീഷനിലേക്ക് പഴയ രീതിയിൽ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടി. അപ്പൊ അന്ന് മുതൽ നമ്മൾ പുറകെ കിടക്കുകയാണ്, വണ്ടി ഒന്ന് തരണം അത് ഞാൻ പിടിച്ചിരിക്കുകയാണ് അല്ലേ. എത്ര ആളെ വണ്ടി കയ്യിൽ വന്നിട്ട്? ഇപ്പൊ ഒരു 4 വർഷം കഴിഞ്ഞു. 4 വർഷമായല്ലേ. കിട്ടുമ്പോ എന്തായിരുന്നു അവസ്ഥ? വണ്ടിയിൽ എന്തൊക്കെ? കിട്ടുമ്പോ റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു, എന്നാലും പാച്ച് വർക്കും കാര്യങ്ങളും മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആയിട്ടാണ് കിട്ടിയത്. അത്ര പ്രോപ്പർ അല്ലായിരുന്നു, എന്നാലും ഞങ്ങളിപ്പോ എറണാകുളത്താണ് നിൽക്കുന്നത്. ഇവിടെ തന്നെയാണ് കിട്ടിയത് വണ്ടി? അല്ലല്ല, ഇത് മലപ്പുറത്തുനിന്ന് വണ്ടി എടുത്തത്. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടെത്തിയത് വണ്ടി? OLX വഴി കണ്ടാണ്. അപ്പൊ ഒരു രാവിലെ അങ്ങോട്ട് പോയി നോക്കി ഇഷ്ടപ്പെട്ട് ഇങ്ങെടുത്ത്. കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. പണിയാനുള്ള രീതി തന്നെ എടുത്തത്, വണ്ടി സെറ്റാക്കി എടുക്കാന്നുള്ള. ഇത്രയും പഴക്കമുള്ള വണ്ടിയാ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി വരും, എന്തായാലും വരും. അത്രയും നമ്മൾ കണ്ടീഷൻ നോക്കി എടുക്കുമ്പോൾ റേറ്റ് ഒക്കെ ഭയങ്കര ഹൈ ആയി. ശരിയാണ്. അപ്പോൾ അംബാസഡർ OLX തപ്പിയപ്പോൾ അംബാസഡർ തന്നെ ആയിരുന്നോ മനസ്സിൽ? അത് മറ്റേ പഴയ വണ്ടി? അല്ലല്ല, അംബാസഡർ നമുക്ക് പണ്ട് മുതലേ ആഗ്രഹമുള്ള വണ്ടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെയാണ് നമ്മൾ വളയം പിടിച്ചതെന്നാണ് പറയാം. അപ്പൊ അത് ഇങ്ങനെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ എല്ലാവർക്കും അങ്ങനെ താല്പര്യമുള്ള വണ്ടിയല്ലല്ലോ ഇപ്പോഴത്തെ കണ്ടീഷനില്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഇയോൺ ഉണ്ടായിരുന്നു, ഇയോൺ കൊടുത്തു കഴിഞ്ഞപ്പോ നെക്സ്റ്റ് വണ്ടി എന്നുള്ള രീതിയിൽ വീട്ടിൽ വേറെ വാഹനം ഇല്ല അന്ന്? ഇല്ല, ആ സമയത്തില്ല. അംബാസഡറിലേക്കാണ്. അതെ, അത് കഴിഞ്ഞിട്ടാണ് മാഗ്നൈറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ സ്വയം തീരുമാനമായിരുന്നു വീട്ടിൽ? എന്റെ ഇക്കാക്കാണ് കൂടുതൽ ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര താല്പര്യമുള്ള വണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സായോണ്ട് പോയി. വേറെ ആരെയൊന്നും കേട്ടില്ല? ഇല്ല, ആരോടും പറഞ്ഞില്ല, അല്ലാണ്ട് പോയി എടുക്കുകയായിരുന്നു. അപ്പൊ ഇത് വീട്ടിലേക്ക് എത്തിയപ്പോ വാപ്പാക്ക് ഇഷ്ടമാണ്. അത് അവരുടെ ഒരു ജനറേഷനിലുള്ള അവര് നല്ല ഉപയോഗിച്ചായിരുന്നു. അപ്പൊ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇങ്ങനെ അതിലിങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ വരുമ്പോ ഒരു ഡിസപ്പോയിന്റ് ഫീൽ ചെയ്യും. ഇപ്പൊ പഴയ വണ്ടിയല്ലേ നിങ്ങളിങ്ങനെ പണിത് കൊണ്ട് കിടക്കണം. അങ്ങനെ വരുമ്പോ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോ വഴി കിടക്കും, അങ്ങനെ പേടിയും. പക്ഷെ കുറച്ച് വിചാരിച്ച് ഇതുവരെയായിട്ട് വഴി കിടന്നിട്ടില്ല, ചതിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ റീസ്റ്റോറേഷൻ വർക്കിന്? അത് അങ്ങനെ ഏകദേശം കണക്ക് പറഞ്ഞാൽ മതി. ഏകദേശം പറയണ്ട. ഓക്കെ, എന്നാലും നല്ല പൈസ ആയിട്ടുണ്ട്, നല്ലൊരു തുക ആയിട്ടുണ്ട്. വണ്ടിയെ സ്നേഹിക്കുന്ന നമ്മള് ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലാതെ വണ്ടി ബോഡി ഷെല്ല് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും മാറി അല്ലേ, സർവീസ് പാർട്സും മെക്കാനിക്കലും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. നമുക്കത് അതിങ്ങനെ കൊണ്ട് നടക്കണമെന്നുള്ള താല്പര്യത്തിലാണ്, അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ബൾക്കായിട്ട് എമൗണ്ട് മുടക്കല്ല, ഘട്ടം ഘട്ടമായിട്ട് ചെയ്താണ്. അതെ, ശരിക്കും ഇങ്ങനെയുള്ളൊരു വണ്ടി എടുക്കാൻ നേരത്തെ ആളുകൾ എതിർപ്പ് പറയാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് യൂസ് ചെയ്യാനുള്ളൊരു പ്രാക്ടിക്കാലിറ്റിയാണ്. കൊണ്ട് നടക്കാനുള്ള കോസ്റ്റ്, പാർട്സ് കിട്ടുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൺസേൺ നമുക്കില്ലായിരുന്നു. നമുക്ക് അത്
കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാർട്സ് അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആയിരുന്നത് തന്നെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഒരു പഠനം നടത്തി അപ്പൊ ഒരു പേടി ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ പാർട്സും അവൈലബിൾ ആണ്. പിന്നെ യൂസ്ഡ് ആണെങ്കിലും കിട്ടാനുണ്ട്. പിന്നെ ഇഷ്യൂസ് എൻജിൻ മാറിയാലും ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ പാർട്സും സെയിം അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കോസ്റ്റ് എങ്ങനെയുണ്ട് ഈ ഇന്ധനത്തിന്റെ ഒക്കെ? കുഴപ്പമില്ല. ഇപ്പൊ ആവറേജ് ഒരു വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 14 പ്രതീക്ഷിക്കാം. കിട്ടാറുമുണ്ട്. സിറ്റി ഡ്രൈവ് ആണോ ഉപയോഗിക്കുന്നത്, ലോങ് കൊണ്ടുപോകാറുണ്ട്? രണ്ട് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞ റെഗുലർ യൂസ് വണ്ടിയാണ്, അല്ലാണ്ട് നമ്മളിത് പറ്റിയ വാഹനമാണ്. അതെ, അതിന് ഇപ്പൊ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഇത് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണല്ലോ വണ്ടി. അതെ. ഇത് പഴയത് എന്ന് പറഞ്ഞ് തള്ളുന്നല്ലോ. മെയിൻ്റെനൻസ് വലിയ മെയിൻ്റെനൻസും അങ്ങനെ വരുന്നില്ല. ഒരു 5000 കിലോമീറ്ററൊക്കെ നമ്മൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. നോർമലി ഉള്ള ചാർജ് അധികം ഒന്നും വരില്ല. പിന്നെ ഈ ബ്രേക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സസ്പെൻഷൻ പാർട്സ്, അതൊക്കെ കുറച്ചൊരു 1 year ഒക്കെ ആകുമ്പോൾ ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും, നമ്മുടെ ഒരു പെർഫെക്ഷന് വേണ്ടിട്ട്. അല്ലെങ്കിൽ ആ ഒരു സുഖമൊക്കെ പോകും. ഉള്ളിലേക്ക് വരുമ്പോ അപ്പോൾസി ഒക്കെ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയായിരുന്നു, നമ്മൾ കൈ കിട്ടിയതിനു ശേഷം മാറ്റി. അതെ. വേറെ ഒന്നും ചെയ്തിട്ടില്ല, വേറെ അങ്ങനെ മോഡിഫിക്കേഷൻ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഉള്ളതിൽ നീറ്റാക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ, ഒരു 3 നിവർന്ന് കിടക്കുന്ന സീറ്റ്. ഫ്രണ്ടിലും 3 പേർക്ക് ഇരിക്കാം, ബാക്കിൽ വേണമെങ്കിൽ 4 പേർക്ക് 5 പേർക്ക് ഇരിക്കാം അല്ലേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇരിക്കാം. പിന്നെ നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അലമാര വരെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകുന്നു, ചെറിയ അലമാര. പിന്നെ ഇവിടെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സീറ്റിനും 2 സീറ്റ് ബെൽറ്റിന്റെ ഓപ്ഷൻ അല്ലേ, ഇത് 3 സീറ്റിന്റെ ഓപ്ഷൻ ഇട്ടിട്ടുണ്ടെന്നുള്ള. 3 സീറ്റ് ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. അതെ, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത അല്ല. പക്ഷേ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ ഈ ഒരൊറ്റ ഇതേ ഉള്ളൂ. അതായത് 3 പേരും കൂടി ഒറ്റ കെട്ടിൽ നിർത്തണം എന്നുള്ള രീതിയിലായിരിക്കാം. എന്നാലും ആ ഒരു കാലഘട്ടത്തിൽ അത്രയും സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നല്ലോ. 2007 ആയതുകൊണ്ട്, ഇതിന് മുമ്പ് പണ്ടത്തെ വണ്ടിയിൽ 2007 ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ. അല്ലെങ്കിൽ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ കയറ്റിയാൽ അടിപൊളിയായിരിക്കും. ഉണ്ടായിരുന്നു, അത് ഒരു ചെറിയ കംപ്ലൈന്റ് ആയിട്ട് മാറ്റിയതാണ്. ഉടനെ തന്നെ അതും വരും. AC ഒക്കെ എങ്ങനെയുണ്ട്? AC പക്കാണ്. ഇതിൽ കമ്പനി AC ആയിരുന്നു, നമ്മളത് റീസ്റ്റോർ ചെയ്തപ്പോ ചെയ്തെടുത്തു. നല്ല പവറാണ്. അംബാസഡറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്ക് സീറ്റ് ആണല്ലേ. പണ്ട് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനം വെറുതെ അല്ല അല്ലേ. ഇത്ര യാത്രാസുഖം കിട്ടുന്ന ഒരു വണ്ടി അന്നുണ്ടായിരുന്നില്ല. അന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുറച്ച് വണ്ടികൾ ഇല്ലാന്ന് തോന്നുന്നല്ലേ. 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ബാക്കിലിരുന്ന് യാത്ര ചെയ്തിട്ടുള്ള ഫാമിലിയുടെ ഒക്കെ ഫാമിലിയായിട്ടൊക്കെ അവരുടെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട്? യാത്രാസുഖം അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആ കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ക്ഷീണമില്ല. ഞങ്ങൾ ലോങ് കുമളിയൊക്കെ പോയിട്ടുണ്ട്, ഹൈ റേഞ്ച് പോയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ കണ്ടീഷനിൽ എടുത്തോണ്ട് വരുന്ന മലപ്പുറത്തു നിന്നല്ലേ. ആ ഫസ്റ്റ് ത്രൂ റൈഡ് ഇങ്ങോട്ടും മലപ്പുറത്ത് സ്ട്രൈറ്റ് അവിടെ അങ്ങനെ സ്റ്റേ അല്ല, നിർത്തിയൊന്നും അല്ല. അപ്പോൾ ബാക്കിലിരുന്ന് അവര് ഹാപ്പിയാണ്. അതെ, വളരെയധികം ഹാപ്പിയാണ്. യാത്ര ചെയ്യുമ്പോൾ സസ്പെൻഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കംഫർട്ടാണ്. ഒരു എഫക്റ്റ്, ആ സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. സൗണ്ട് ഹമ്പൊക്കെ ചാടുമ്പോൾ കേൾക്കാൻ പറ്റും. 1500 cc വണ്ടിയാണല്ലോ. പവർ ഒക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല പവർ ഉണ്ട്. നല്ല കയറിയൊക്കെ പോയി 70-80 വരെയൊക്കെ. 5 സ്പീഡാണ്. ഇതൊരു ഗിയർ ബോക്സ് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അത് തന്നെയല്ല, AC ഇടുമ്പോ ഇത്തിരി ടൈറ്റ് വലിയ പഴയ ടെക്നോളജി അല്ലേ, പിന്നെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ഡ്രൈവ് ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? അതും കൂടി ഡ്രൈവ് ചെയ്യാനും വേറെ പുതിയ വാഹനങ്ങളുടെ കംഫർട്ട് കിട്ടൂല. പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പവർ സ്റ്റിയറിംഗ് ആക്കി അല്ലേ. അതിന് മുമ്പ് ബുദ്ധിമുട്ടായിരുന്നില്ല. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിർത്തിയൊക്കെ ഓടിക്കാനുള്ള, അല്ലാണ്ട് റണ്ണിങ്ങിൽ വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ ഇത്തിരി പ്രായവരൊക്കെ ഓടിക്കുമ്പോൾ വാപ്പൊക്കെ ഓടിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട്. അങ്ങനെയാണ് പവർ സ്റ്റിയറിംഗ് ആക്കി. ഇതിപ്പോ ഈ കണ്ടീഷൻ അല്ലാതെ ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ജിപ്സി വീല് കയറ്റാൻ ആഗ്രഹിക്കുന്നു. അലോയ് വീല് താല്പര്യമില്ല. ജിപ്സിയുടെ ഒരു വീല് കിട്ടുവാണെങ്കിൽ കയറ്റാൻ അതൊരു പറഞ്ഞിട്ടുണ്ട്. അവൈലബിൾ ആണ് അത് സംഭവം. അപ്പൊ അതിന് ഒന്ന് കുറച്ചും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ. ഓക്കെ, ഇതിന് ഡിക്കി ഒന്ന് നമുക്ക് തുറന്ന് കാണിച്ചു കൊടുത്താലോ? കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അലമാര വരെ കയറ്റാൻ പറ്റുന്നൊരു. ഇപ്പൊ ഇതൊന്നും മോഡേൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മോഡേൺ ആക്കിയിട്ട് മറ്റേ ഇതാക്കിയിട്ടുണ്ടല്ലോ. അടിപൊളി. ഇതിനകത്തായിരുന്നു പണ്ട് സാധനങ്ങൾ, വാഴക്കൊല, കപ്പ. ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇല്ല.
ഈ ലെവലെ ഫ്രിഡ്ജ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതിൽ നിന്ന് ഒരു കയറിട്ടിട്ട് കെട്ടും. ഇതിലേക്ക് അന്ന് MVD പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ വേണേ MVD പിടിക്കും. ഇപ്പൊ പിടിക്കും. ടൈലൈറ്റ് ഇതൊക്കെ പഴയ സ്റ്റോക്ക് കണ്ടീഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഒരു 3 കൊല്ലമായിട്ട് ഇത് തന്നെ ഇരിക്കണമായിരുന്നു. ഇത് മാറ്റിയിട്ടില്ല. ഇപ്പൊ ഈ പെയിന്റ് ചെയ്തിട്ട് മാറ്റിയില്ല. വേറെ കിട്ടുന്നില്ല ഇപ്പൊ. പിന്നെ ഉള്ളത് മോഡിഫൈഡ് വരുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി പോകും. പല വീഡിയോസിലും നമ്മൾ കാണുന്നുണ്ട് അംബാസഡറിൽ ഒരുപാട് പൈസ ഇപ്പൊ ഇത് നമ്മൾ ലേറ്റസ്റ്റ് പണിത് കോട്ടയത്താണ്. അപ്പൊ അവിടെ ഒരു വണ്ടി ഏകദേശം 10 lakh അടുത്ത് ചെലവാക്കിയ ഒരു വണ്ടി ഉണ്ട്. ടോട്ടലി ചേഞ്ച് ആക്കിയിട്ട്. ഇതങ്ങനെ അത്രത്തോളം മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കില്ല. നമ്മൾ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ. പിന്നെ നമുക്കിപ്പോ ലേറ്റസ്റ്റ് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ സ്റ്റീരിയോ നല്ലത്, സ്പീക്കേഴ്സ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കണം. അല്ലാണ്ട് വേറെ ഒന്നും ഉദ്ദേശിക്കില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമല്ലേ മാഗ്നറ്റ് എടുത്തത്? അതെ അതെ. ഇതൊന്നും 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് മാഗ്നറ്റ് എടുത്തത്. ഇത് ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ? ഇല്ല ഇല്ല. അല്ല, ചിലപ്പോ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുണ്ടോന്നൊക്കെ ചിലപ്പോ ചോദിക്കാം. പക്ഷെ ഇല്ല, കിട്ടാനില്ലാന്ന് തോന്നുന്നു അല്ലെ? മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല വണ്ടി കിട്ടാനൊക്കെ ഇത്തിരി പാടുണ്ട്. നല്ല വണ്ടി കിട്ടാൻ പാടാണ് അല്ലെ? നോക്കിയെടുക്കണം. വൈറ്റ് തന്നെ ആയിരുന്നോ മനസ്സിൽ? വൈറ്റ് തന്നെ. വൈറ്റ് ആണ് ഇക്കാക്കും ഇഷ്ടം. വൈറ്റ് ആണ്. ഞങ്ങളുടെ എല്ലാ വണ്ടിയും വൈറ്റാ. ശരിയാ, എല്ലാ വണ്ടിയും വൈറ്റ്. മാഗ്നറ്റ് ഉണ്ട്, ഇന്നോവ ഉണ്ട് വൈറ്റ്. ലേറ്റസ്റ്റ് കാരൻസ് എടുത്തിട്ടുണ്ട്, അതും വൈറ്റ്. അത് ടാക്സി ഉണ്ടോ? കാരൻസ് ഉണ്ടല്ലേ? ഇവിടെയാണോ ഇതിന്റെ ഫ്യൂവലിന്റെ? ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്കാ വരുന്നത്. അപ്പൊ നമ്മള് ഇറങ്ങി വന്നിട്ട് അല്ലെങ്കിൽ താക്കോല് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് മഴ സമയത്ത് അത് ലീക്കേജ് ചെയ്യേണ്ട വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇത് ആക്കിയതാണ്. രീതിയിലാക്കിയത്. അപ്പൊ ഈ വെള്ളമൊക്കെ വീണാലും ഉള്ളിൽ കൂടെ ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാകുമ്പോ നമുക്ക് അകത്തുനിന്ന് തുറക്കാം, ഇറങ്ങി വരേണ്ട ഒരു സംഭവം. അപ്പൊ പിന്നാമ്പുറം കാണിച്ചിരിക്കും. നമുക്കൊന്ന് മുന്നാമ്പുറം കൂടി ഒന്ന് കാണിക്കാം അല്ലേ? അതായത് അല്ല, നമുക്ക് തുറന്നതിന് ശേഷം ഇവിടെ നിന്ന് വലിക്കണോ അല്ലേ? ഇവിടുന്ന് രണ്ടാമത് ഇവിടുന്ന് പുള്ളി ചെയ്യുമ്പോൾ അവിടെ തുറക്കും. പിന്നെ ഒരു പ്രത്യേകത ഇല്ലേ ഇതിന്? പിന്നെ അതായത് ഇപ്പോഴത്തെ വണ്ടി പോലെ കോല അന്വേഷിച്ച് നടക്കണ്ട. അതൊന്ന് ക്ലോസ് ആയിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അത് ഞാൻ ഇതാക്കാം. തുറക്കുന്ന വീഡിയോ ആയിട്ട് എടുക്കണം. അതെ, അതായത് അതിനകത്തൊരു റോൾ ഉണ്ടല്ലേ? തുറന്നോ? ആ റോള് പോയി അവിടെ തന്നെത്താനെ നിന്നോളും. നമ്മൾ വടി അന്വേഷിക്കണ്ട, ഒന്നും അന്വേഷിക്കണ്ട അല്ലേ? കൊള്ളാം. അത് വണ്ടിയിൽ ഉണ്ടായിരുന്നുണ്ടോ? സെപ്പറേറ്റ് ചെയ്തൊന്നും അല്ല, അത് കമ്പനി അങ്ങനെ തന്നെ. ഇതാണ് അതിന്റെ ഒരു നീറ്റ് ആയിട്ടുള്ള എഞ്ചിൻ റൂം അല്ലേ? പുതിയതായിട്ട് ചെയ്ത അത്യാവശ്യം നീറ്റ്. പവർ സ്റ്റിയറിംഗിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കാണാം എന്നല്ലാതെ ബാക്കിയെല്ലാം പഴയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. എയർ ഫിൽറ്റർ ആണ്, ഓയിൽ ടൈപ്പ് ആണ്. ഓയിൽ ബാത്ത് എന്ന് പറയാൻ. അതിനകത്ത് ഓയിലാണ്? അതിനകത്ത് ഓയിലാണ് സർക്കുലേറ്റ്. ഓക്കെ. ഫ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതിപ്പോ പവർ സ്റ്റിയറിംഗിന്റെ എക്സ്ട്രാ കയറ്റിയതാണ്. അല്ലാണ്ട് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. പരിമിതമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? അടിപൊളിയാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. അല്ല, ചാവി വണ്ടിയിലുണ്ടല്ലേ? സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ. ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും കേട്ടോ. അന്നത്തെ അപേക്ഷിച്ച് സൈലന്റ് സൗണ്ട് ആണ്. സൈലന്റ് ആണ്, ഒരുപാട് ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? പഴയ അംബാസഡറൊക്കെ ഒരു ഫീലാണ്. അടിപൊളി. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓഫ് ചെയ്യാം അല്ലേ? അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇത്തരം വണ്ടികൾ എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. ചിലർക്ക് വണ്ടി കിട്ടാഞ്ഞിട്ടാവാം. അതെ. മറ്റു ചിലർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടോ അതിന് മറ്റെന്തെങ്കിലും റീസൺ ആവാം. അപ്പോൾ വണ്ടി ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ നോക്കി എടുക്കണം വണ്ടി എടുക്കുമ്പോൾ? വണ്ടി കണ്ടീഷൻ നോക്കി എടുക്കണം. അധികം അലമ്പോ വണ്ടിയൊക്കെ എടുത്താൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അത് കോസ്റ്റ് വെച്ചിട്ടാണ്. ഇപ്പൊ ഇതിന്റെ വർക്ക്ഷോപ്പുകളൊക്കെ അവൈലബിലിറ്റി ഇച്ചിരി കുറവാണ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അത്യാവശ്യം എന്തേലും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അല്ലെങ്കിൽ പഠിച്ചവർക്കോ അല്ലെങ്കിൽ ചെയ്യാൻ അറിയുന്നവർക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ വഴി കിടക്കൂല. ഇപ്പൊ ഒരു ആക്സിലേറ്റർ കേബിൾ എന്തെങ്കിലും വന്നാൽ ഇപ്പൊ ഒന്ന് കെട്ടി വെച്ചിട്ട് പോകാൻ പറ്റിയ അത് അങ്ങനത്തെ ഉള്ള ബേസിക് അറിവ് മതി. ഇത് യൂസ് ചെയ്യാൻ. പുതിയ വണ്ടികളെ സെൻസറും കാര്യങ്ങളൊന്നും ഒന്നുമല്ല. അങ്ങനെയൊന്നും കംപ്ലൈന്റുകൾ വരാറില്ല. പിന്നെ ലോങ് ഒക്കെ ഇടുമ്പോൾ ഓവർ ഹീറ്റിന് പണ്ട് ശരിക്കും പറഞ്ഞാൽ ഹൈ റേഞ്ച് ഒക്കെ കയറുമ്പോൾ വണ്ടി കുറച്ച് കയറിയിട്ട് നിർത്തി ബോണ്ടൊക്കെ തുറന്ന് വെച്ച്
ഇതാണ് പോകുന്നത്. അതതിന്റെ ഒരു സിസ്റ്റത്തിൽ കൂട്ടിയാൽ മതി, അതൊരു കംപ്ലൈന്റ് ആയിട്ട് കൂട്ടണ്ട. അതെ, അതതിന്റെ ഒരു ഭാഗം മാത്രം. സൈഡിലേക്ക് മുഖത്തേക്ക് വെയിലടിക്കും. 1500 cc ഉള്ള ഒരു വണ്ടി അത്രയും ലോങ് ഒക്കെ ഓടുമ്പോ അത് എക്സ്പെക്ട് ചെയ്യണം. വേറെ പ്രശ്നങ്ങളില്ല. ഇപ്പൊ നമ്മള് ഒരു ഇഷ്ടത്തിനൊക്കെ കൊണ്ടു നടക്കാം അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാറില്ല. പുതിയ വണ്ടി വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പഴയ ഇതുപോലെയുള്ള മറ്റു പല വണ്ടികളിലെ കോൺഗ്രസ് ഇട്ടപ്പോഴും പഴയ മെർസിഡസിന്റെ ഒരു വണ്ടി ഇട്ടിരുന്നു, അതൊക്കെ ഇടുമ്പോഴും കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ വീഡിയോസ് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇത് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും പഴയ വണ്ടികൾ നമ്മളിപ്പോ എല്ലാം പഴയതായെന്ന് ഓർത്ത് കളയണമെന്നില്ലല്ലോ. ഇല്ല, അപ്പൊ നമ്മൾ തന്നെ പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, പഴയ കാര്യങ്ങൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഈ ആന്റിക് സാധനങ്ങൾക്കൊക്കെ നല്ല പൊന്നും വില ഉണ്ട്. പിന്നെ അപ്പൊ അത് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് അതിൻ്റെതായ ഒരു വാല്യൂ അതിനുള്ളതുകൊണ്ടാണ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഒരു കണ്ടീഷൻ വണ്ടി എടുക്കണമെങ്കിൽ ഇപ്പൊ ഒരു മാരുതി എടുക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി എടുക്കുന്ന റേറ്റ് ആവും. അതെ, അതിനൊരു മോഡൽ വിലയല്ലല്ലോ, അതൊരു വിലയാണ് അല്ലെ. കണ്ടീഷൻ പോലെ ഇരിക്കും. അത് ഇങ്ങനെയുള്ള എല്ലാ വാഹനങ്ങൾക്കും അങ്ങനെ സിംഗിൾ ഓണർ വണ്ടികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി ആകുമ്പോൾ വീണ്ടും റേറ്റ് കൂടും. ഇപ്പൊ ഞാൻ ഇത് പണിതരത്ത് ഒരു 2005 മോഡല് വലിയ കണ്ടീഷനൊന്നും ഇല്ല, അത്യാവശ്യം ഓടുന്ന ഒരു വണ്ടി 1,15,000 രൂപ ചോദിച്ചത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി റണ്ണിങ് കണ്ടീഷൻ, വേറെ അധികം പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ 1,15,000 രൂപ 2005 എന്ന് പറയുമ്പോ 20 കൊല്ലം പഴക്കമായി. 2025 അല്ലേ, 20 കൊല്ലം പഴക്കമായി. 20 കൊല്ലം പഴക്കത്തിന് 1,15,000 എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. കൂടുതലാണ്. ഇതിനെപ്പറ്റി അറിയാത്ത ആളുകളാണെങ്കിൽ ഇതെന്ത് വില, എന്തിനാ ഈ വില എന്ന് ചോദിക്കും. പക്ഷെ താല്പര്യമുള്ള ആളാണെങ്കിൽ അത് എടുക്കും അല്ലെ. കുറച്ചുകൂടി കാശ് വേണമെങ്കിൽ തരാം, ഇത് എനിക്ക് തന്നെ തരണം എന്ന് പറയും. ഇത് എടുക്കുമ്പോ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇതില് 50 ചില്ലാനാണ് കാണിച്ചത്. അപ്പൊ അത് ഒന്നൊക്കെ മേലിലാണ്. പിന്നെ ഇതൊരു ഏകദേശം ഒരു 6 വർഷം ഇത് ടാക്സി ആയിട്ട് ഓടിയിട്ടുണ്ടല്ലേ. അതിനുശേഷം പ്രൈവറ്റിലേക്ക് ആക്കിയതാണ്. അപ്പോ ഇത് എത്ര രൂപ എടുത്തെന്ന് ഒന്ന് പറയാം. 45,000 രൂപയ്ക്ക് എടുത്തത്. 45,000 രൂപയ്ക്കാണ് എടുത്തത് അല്ലേ. ഓക്കെ, വേറെ ബാർഗൈനിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു. അതിലിപ്പോ വില കൂടുതലോ കുറവെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വണ്ടിക്കുള്ള ഒരു വില രീതിയിൽ എടുത്തു. ഇതിപ്പോ ഒരു റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറവാണല്ലോ. ആളുകള് കൊണ്ട് നടക്കുമ്പോ ആളുകളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ട് പുറത്തെ ആൾക്കാരുടെ? പലയിടത്തും ഫോട്ടോസ് എടുക്കാനും, ഫോട്ടോസ് ഇപ്പൊ നമ്മളുടെ അടുത്തൊന്നും ചോദിച്ചിട്ടല്ലാണ്ട് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, ലുലു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അതൊരു അത്ഭുതമായിട്ട് നോക്കുന്നതും ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മള് ജസ്റ്റ് ഇടയ്ക്ക് വാലറ്റ് പാർക്കിലൊക്കെ വണ്ടി ഇടും, ചെയ്തോട്ടേന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊരു സന്തോഷങ്ങളാണ്. നമ്മൾ ഇതിപ്പോ കൊണ്ടു നടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ഫീല് പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ, പക്ഷെ വണ്ടി സ്ക്രാച്ച് ഒന്നും വരുത്തരുത് അല്ലേ. പെയിന്റിങ്ങിനൊക്കെ നല്ല പൈസയാണ്. സ്ക്രാച്ച് അല്ല, നീ വേണമെങ്കിൽ നീ ചവിട്ടി മേളിൽ കയറിയിരുന്നോ. അതെ, അങ്ങനെ ഒരു വണ്ടിയില് വേറൊരു വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല. ഇത്രയും കംഫർട്ടായിട്ട് ഉറപ്പിലിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഈ അംബാസഡറിന്റെ കാലഘട്ടത്തിലൊക്കെ ആക്സിഡന്റുകളിൽ ആൾക്കാർക്ക് അങ്ങനെ കുറവായിരുന്നു. കാരണം ഇത്രയും വേറെ ഒരു സേഫ്റ്റി ഫീച്ചറും ഇല്ല, എയർ ബാഗോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഈ ബോഡിയിലാണ് ഇല്ല. ഇത്രയും സ്പേസ് കഴിഞ്ഞ് ക്യാബിനിലേക്ക് VIP വണ്ടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവരുടെ സുരക്ഷ നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബുള്ളറ്റ് പ്രൂഫ് വണ്ടികളും അല്ലെങ്കിൽ അത്രയും ഫീച്ചറുള്ള വണ്ടികളും ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി വരെ ഉപയോഗിച്ചിട്ടുള്ള വണ്ടി അംബാസഡറാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റി ഉള്ളിൽ നമുക്ക് ഓടിക്കുമ്പോഴും ഫീൽ ചെയ്യും. വന്നാ ഒന്ന് തട്ടിക്കോ, നമുക്ക് വലിയ പ്രശ്നമില്ല. ഈ വണ്ടി പോയി ഇപ്പത്തെ പുതിയ വണ്ടികളിൽ ഇടിച്ചാൽ അതിനെ ഡാമേജ് വരുള്ളൂ. കാരണം അത്രയും ഉറപ്പുണ്ട്, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ റെയർ വണ്ടി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് ഇപ്പൊ മറ്റേ ഞങ്ങൾ കോൺഗ്രസ് ഒക്കെ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ചില ഫംഗ്ഷനൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടെന്ന്. അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ സമീപിച്ചിട്ടുണ്ട്. ആ സമയത്ത് വണ്ടി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. റെഗുലർ യൂസ് വണ്ടി ആയതുകൊണ്ട് ഇപ്പൊ സൺഡേസ് ഒക്കെ ചിലപ്പോ ഓഫ് ആയിരിക്കും. ഇപ്പൊ വേറെ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൊടുക്കാം, പക്ഷെ നമ്മൾ തന്നെ ഓടിക്കുള്ളൂ. ഒരാളുടെ കൈ കൊടുക്കാനുള്ള. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും ഈ വണ്ടി ഉപയോഗിക്കണം. അങ്ങനെ ചിലർക്ക് ഉപയോഗിക്കാനും വെച്ചൊരു പാടാണ്. പെട്ടെന്ന് ഒരു വണ്ടി ഇപ്പൊ മാറുമ്പോ ഇന്ന് രാവിലെ തന്നെ ഒരാളിപ്പോ ഓടിച്ചു നോക്കിയതേ ഉള്ളൂ. പുള്ളി ഹാർലിയിൽ വന്നിട്ട് ഹാർലി നിർത്തിയിട്ട് ഇത് ഓടിച്ചു നോക്കിയിട്ടാണ് പോയത്. പുള്ളിയുടെ അഭിപ്രായം എന്തായിരുന്നു? പുള്ളിക്ക് പണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇഷ്ടത്തില് പുള്ളിക്ക് വണ്ടി ഉണ്ടപ്പോ ഒന്ന് ഓടിക്കണമെന്ന് തോന്നി. അപ്പൊ ഓടിച്ചു.
ഞാൻ ഹാർലി ഓടിച്ചു. ഒരു പരസ്പര കൈമാറ്റം. അതെ അതെ, അതാ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇപ്പൊ ഞാൻ കണ്ടുപോലും പരിചയമില്ലാത്ത ഒരാളല്ല. അതെ തീർച്ചയായിട്ടും. സേവ് ദ ഡേറ്റ് അതുപോലുള്ള ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം അല്ലേ, ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാം. കാശിനോടുള്ള ആർത്തി കൊണ്ടൊന്നും അല്ല, എല്ലാവർക്കും വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹം കാണാനും. ഇപ്പൊ ഇതിന്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലൈക്കിന്റെ എണ്ണം കൂടും. അപ്പൊ നമ്മുടെ വണ്ടി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ, അത്ര അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അല്ല. എല്ലാവർക്കും അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല ഇപ്പൊ, അതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അല്ലാതെ കമന്റ് ബോക്സിൽ വരണ്ട ഈ പഴയ വണ്ടിയൊക്കെ എടുത്ത് തൂക്കി വെക്കണം അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോസിൽ കമന്റ് വരാറുണ്ട്. ഇതൊക്കെ ഈ സ്ക്രാപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ ഉള്ള കമന്റ് ഈ ജനറേഷനുള്ള കമന്റുകൾ വരാറുണ്ട്. ഈ ജനറേഷനുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോളും. ഇതല്ലേ നമ്മളെ അറ്റാച്ച്മെന്റ് ഉണ്ട് ഇതിനോടൊക്കെ. ഒരു വാഹനം നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. ഇപ്പൊ ഞാൻ തന്നെ ഓട്ടോമൊബൈൽ ഫീൽഡിലാണ് വർക്ക്, എന്റെ കാര്യങ്ങളൊക്കെ അതിന് ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഒരു ഡീറ്റെയിലിംഗ് ഷോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടിയുമായിട്ട് കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്, വണ്ടിയുമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇതൊരു പ്രോപ്പർ യൂസർ റിവ്യൂ ഒന്നും അല്ല, പിന്നെ ഇതിന്റെ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെക്കാനിക്കൽ കാര്യങ്ങളും അല്ല. സാധാരണക്കാരന് ഈ വണ്ടിയെ പറ്റി അല്ലെങ്കിൽ വണ്ടി ഉപയോഗിക്കുന്ന ആളിനെ പറ്റി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ടമുള്ള എക്സ്പീരിയൻസിനെ പറ്റി മാത്രമുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അതിൽ അപ്പുറത്തേക്കൊന്നും ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഡീറ്റെയിലിംഗ് ഷോപ്പ് അല്ലാതെ മറ്റെന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട്, വളർന്നു വരുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് കയ്യിലുണ്ടെന്നുള്ള മാഗ്നറ്റ് അല്ല മാഗ്നറ്റ് അല്ല അല്ലെ. ഓക്കെ, അപ്പോ ഇവരെ പോലുള്ള ആളുകൾ ഈ ഇത്തരം വണ്ടികൾ സൂക്ഷിക്കുന്നോണ്ടാണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമ്മളെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, തലമുറയ്ക്ക് നമ്മള് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ കാലാവധി കഴിയുമ്പോൾ പൊളിച്ചു വെക്കാനാണെങ്കിൽ നമുക്കൊന്നും ഇത് കാണാം, ഫോട്ടോസിലൊക്കെ കാണാം. അതെ, ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ നമ്മുടെ വാപ്പ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു വണ്ടിയൊക്കെ പഴയ വണ്ടികൾ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരത് അന്വേഷിച്ച് അത് കണ്ടെത്തി റീസ്റ്റോർ ചെയ്ത് വീട്ടിലോട്ടൊക്കെ കൊണ്ട് ഇപ്പൊ പല പല സോഷ്യൽ മീഡിയസ് കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോ ആ വണ്ടി സ്ക്രാപ്പായെന്ന് അറിയുമ്പോ ഒരു വിഷമം ഉണ്ടാവും. അല്ല വിഷമമല്ല, അത് സ്ക്രാപ്പ് ചെയ്ത് കളയുമ്പോ ഇവരൊന്നും അറിയുന്നില്ല. അതായത് ഇപ്പൊ എന്റെ അച്ഛനോ മുത്തച്ഛനോ ആരെങ്കിലും ഉപയോഗിച്ചിരുന്ന വണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് ആ വണ്ടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പൊ അത് നമ്മളൊന്ന് റിച്ച് ആകുമ്പോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തുമ്പോ ചിലപ്പോ കിട്ടാതെ വരും. സ്ക്രാപ്പായി പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്ന് അന്വേഷിക്കാം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ. നിങ്ങളത് പൊളിച്ചു കളയണ്ട, മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ അത് ഉപകാരപ്പെട്ടോട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത്. ഇവരെ പോലെയുള്ള ആൾക്കാർ എന്നും ഉണ്ടാവട്ടെ, നമുക്ക് പഴയ വണ്ടികളൊന്നും കാണാൻ പറ്റട്ടെ. ഓക്കെ, പഴയ വണ്ടികളിൽ താല്പര്യം. പഴയ വണ്ടികൾ ഏതൊക്കെയാണ് ഇനി മനസ്സിലുള്ളത് ഒന്ന് പറഞ്ഞേ. ഈ പറഞ്ഞ കോണ്ടസ് ഒക്കെ അവിടെ ഉള്ളത്, പിന്നെ ഒരു ബെൻസ് 124 അതൊക്കെ വലിയ ആഗ്രഹമാണ്. വലിയ ആഗ്രഹങ്ങളാണ്, അതൊക്കെ നടക്കും. പിന്നെ നടക്കായികയൊന്നുമില്ല, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കുന്നേ ഉള്ളൂ. ഇത് എന്നും നമ്മുടെ ഷെഡിലുണ്ടാവും, ഗ്യാരേജിലുണ്ടാവും അല്ലേ. ഓക്കെ, ഇന്നും ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഏതെങ്കിലും വണ്ടികളുണ്ടെങ്കിൽ, പഴയ വണ്ടി ആയിക്കോട്ടെ പുതിയ വണ്ടി ആയിക്കോട്ടെ ഏത് വണ്ടി ആയിക്കോട്ടെ, 2 വീലറോ 4 വീലറോ ഏതായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം, ധൈര്യമായിട്ട് വിളിക്കാം അല്ലേ. നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. ചില ആൾക്കാർ ഞാൻ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സൗമ്യമായിട്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വീഡിയോ ചെയ്യണതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ വീഡിയോ ചെയ്യുന്ന നിങ്ങൾ കാണുന്ന സമയമല്ല, നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇവരുമായിട്ടൊന്ന് സംസാരിച്ച് സുഹൃത്തുക്കളെ പോലെ സംസാരിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ചായ കുടിച്ചാലോ? അതെ, നമുക്കൊരു ചായ, ഇത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംസാരങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ നിങ്ങൾ കാണുന്ന 20 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ടോൺ മാറിപ്പോകുന്നതായിരിക്കും, സ്വാഭാവികം, മനുഷ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്ത വണ്ടി ആകുമ്പോൾ കാണാം. പിന്നെ വേറെ ഏതൊക്കെ ബുള്ളറ്റ് ഉണ്ടല്ലേ? ബുള്ളറ്റ് 2024 ഓർമ്മയുണ്ട്. അതിന്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കമന്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബുള്ളറ്റിനെ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള റിവ്യൂകൾ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വാഹന സംബന്ധമായുള്ള വീഡിയോ ഇട്ട് കാണുന്നവരെ അംബാസഡറിനോടൊപ്പം നിന്ന് ബൈ.